ഹലോ ഹലോ ഹലോ. വൈകിട്ട് നമ്മൾ ഡിക്കി തലോണിൽ ഇറങ്ങിയതാണ് കേട്ടോ. ഞാൻ എപ്പോൾ വരുമ്പോഴും ഇതിൽ ആൾക്കാർ ക്യൂ ആയിരിക്കും, ഇതൊന്നും നമുക്ക് ഓടിക്കാനേ കിട്ടാറില്ല. ഫൈനലി ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് എനിക്ക് കിട്ടി. അതായത് വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. ഞാൻ കുറച്ചേരം ഓടിച്ച് നടന്ന ഡ്രസ്സൊന്നിട്ട് ഓടിക്കാൻ എനിക്ക് വയ്ക്കാനേ തോന്നുന്നുണ്ടായില്ല. പിന്നെ വന്ന കാര്യം അതല്ലല്ലോ പറഞ്ഞിട്ട് പിന്നെ ഇക്കാക്ക് ജിമ്മിലിടാൻ വേണ്ടി കുറച്ച് ടീഷർട്ട്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയാണ് വന്നത്. ഇപ്പോൾ ടീഷർട്ട് നോക്കുന്നുണ്ട്. ചെക്കൻ കിട്ടുന്നത് ട്രോളിയിലേക്ക് വാരിയിടുന്നുണ്ട് കേട്ടോ. ഇതിനെ കൊണ്ട് പോയാൽ പിന്നെ പറയേ വേണ്ട കേട്ടോ. അങ്ങനെയാണ് ഇവൻ. ആ കുട്ടികളുടെ സ്കൂട്ടർ എടുക്കാണ്ട് ഇവൻ ഈ വലുത് തന്നെ വേണം. പിന്നെ ഇക്കൊന്ന് ഓടിച്ച് നോക്കുന്നുണ്ട്. പിന്നെ എന്താ അവൻ ഓരോന്നിൽ പോയി അവന് ഓരോന്നും അറിയാട്ടോ, എന്തൊക്കെയാണ് എങ്ങനെയൊക്കെ ചെയ്യണമെന്ന്. എനിക്കറിയില്ല ഇതൊക്കെ ആളെ എങ്ങനെ ഇവിടുന്ന് പഠിക്കണമെന്ന്. കുറച്ച് നേരം ചാടും, കളിക്കും, കിടക്കും, അങ്ങനെ. ഇതിൽ ചാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവൻ്റെ കണ്ണ് ഇക്ക ബോക്സിങ് ചെയ്യണത് കണ്ടിട്ടാ. ജസ്റ്റ് ഒന്ന് തട്ടണതേ കണ്ടുള്ളൂ. പിന്നെ പറയണോ? കണ്ട് എന്നിട്ട് 2 മിനിറ്റ് അവിടെ നിന്ന് ആലോചിക്കട്ടെ, ഇനി എന്ത് ചെയ്യണം, അങ്ങോട്ടേക്ക് പോകണോ വേണ്ടേ. എന്നിട്ട് പിന്നെ അതെന്ന് 2 ചാട്ടം കൂടി ചാടി പതിയെ ഞൊഴിഞ്ഞിറങ്ങുന്നുണ്ട്. എന്തിനാ ബോക്സിങ് ചെയ്യാൻ പോകാനായിട്ടാണ്. ഒന്ന് കഴിഞ്ഞാൽ ഒന്ന്, അങ്ങനെ ഒരു സ്ഥലത്ത് ഇരിക്കില്ല കേട്ടോ. പോയി ഇടിക്കുന്നുണ്ട്, നല്ല ഇടി കൊടുക്കുന്നുണ്ട്. ചിലതൊക്കെ മിസ്സാവുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ദേഷ്യം വരുന്നത്. പിന്നെ പോയി പതിയെ ഇടിച്ചിടിച്ച് സെറ്റാക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ അടുത്തത്. അതിൻ്റെ ഇടയ്ക്ക് ഇക്ക നോക്ക്, ഇക്ക ഇങ്ങനെ 2 പ്രാവശ്യം എടുത്തിട്ട് എന്നിട്ട് എൻ്റെ അടുത്ത് പറയും ചെയ്യുന്നത്. നമ്മളെക്കൊണ്ട് സാധിക്കുമോ? നമ്മളെക്കൊണ്ട് ഇതൊക്കെ സാധിക്കും. അങ്ങനെ പോയി 2 ഇടി ഞാനും ഇടിച്ചിട്ട് വന്നത്. നല്ല രസമുണ്ടോട്ട് ഇടിക്കാൻ. അത് കണ്ട് പിന്നെയും ചെക്കൻ വന്ന് 2-3 ഇടി ഇടിക്കുന്നുണ്ട്. കാലൊക്കെ വെച്ചിട്ട് അടിക്കാൻ നോക്കും. പിന്നെ പതിയെ നൈസായിട്ട് ഇവിടുന്ന് ഞങ്ങൾ ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് കുറച്ച് ജിമ്മിൻ്റെ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇപ്പോൾ അതൊക്കെ നോക്കുന്നുണ്ട്. പിന്നെയും കുറച്ച് നേരം പോയി തുള്ളിച്ചാടി. പിന്നെ മോന് ഒരു ഇത് വേണം, മറ്റേ സ്വിമ്മിങ് ക്യാപ്പും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി പോയത്. പക്ഷേ എന്ത് ചെയ്താൽ തലയിൽ വെക്കാനേ സമ്മതിക്കില്ല. അവനിങ്ങനെ തലയിൽ ക്യാപ്പ് വെക്കില്ല കേട്ടോ. നോക്കിയത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഈ സ്വിമ്മിങ് സ്യൂട്ട്. ഇതൊക്കെ ഇടാൻ പറ്റുകയായിരുന്നെങ്കിൽ എങ്ങനെ ആഗ്രഹിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നല്ല മെറ്റീരിയലും കണ്ടിട്ട് എനിക്ക് വെക്കാനും തോന്നല്ല, അന്ന് എടുക്കാനും തോന്നല്ല. അങ്ങനെ നല്ല രസമുണ്ട്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള കുറേ ഇതൊക്കെ ഇടാൻ പറ്റുകയായിരുന്നെങ്കിലല്ലേ. അങ്ങനെ ഇപ്പോൾ പോയി ഒളിച്ചിരിക്കണമുണ്ടോ. ആൾക്ക് ക്യാപ്പ് ഇട്ട് ഒന്ന് സ്വിമ്മിങ് ക്യാപ്പ് ഇട്ട് നോക്കാൻ ആൾക്ക് സമ്മതിക്കണേ ഇല്ല. ഇടാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ പോയിരിക്കുകയാണ്. ഒക്കെ പിടിക്കുന്നു പറഞ്ഞിട്ട്. പിന്നെ കുറച്ചേരം ഇവർ ഹൈഡ് ആൻഡ് സീക്കും കാര്യങ്ങളൊക്കെ കളിച്ചിട്ടോ എന്ത് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് വരണില്ല. പിന്നെ ലാസ്റ്റ് ക്യാപ്പ് നമ്മൾ വേണ്ടാന്ന് വെച്ചു. കാരണം ആൾ ഇടാനേ സമ്മതിക്കില്ല. എന്നിട്ട് അങ്ങനെ ഇക്കാക്ക് ഓർമ്മ കൊടുത്തു, ചെക്കൻ എടുത്തില്ല. പിന്നെ ഇത് നോക്കുന്നുണ്ട്, ഇപ്പോൾ ചുമ്മാ വെച്ച് നോക്കുകയാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ സെൽഫ് ചെക്കൗട്ട് ഉണ്ട്. അത് കാരണം ക്യൂ നിൽക്കണ്ട, വേഗം പോയി നമുക്ക് ചെക്കൗട്ട് ചെയ്തിട്ട് വരാം. ഇതിലെന്തൊക്കെയാണ് നമ്മുടെ പേര്, ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, ഫോൺ നമ്പർ, അങ്ങനെ. ഇപ്പോൾ ഗൂഗിൾ പേ ആണെങ്കിൽ നമുക്ക് ഇത് ചെയ്യാം കേട്ടോ. ക്യാഷ് ആണെങ്കിൽ അവിടെ കൗണ്ടറിൽ പോയി പേ ചെയ്യാം, അല്ലെങ്കിൽ സെൽഫ് ചെക്കൗട്ട് ചെയ്യാം. ഇത് നമ്മുടെ എല്ലാ ടിക്കറ്റിലും ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇതിപ്പോൾ ഞാൻ വന്നേക്കുന്നത് കളമശ്ശേരിയിലാണ്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്ത് പേ ചെയ്തിട്ട് ഇറങ്ങി. പിന്നെ ഇവിടെ അവർ നമ്മുടെ ഇത് ചോദിക്കും, റിവ്യൂ ചോദിക്കും കേട്ടോ, സാറ്റിസ്ഫൈഡ് ആണോ അല്ലേ. പക്ഷെ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല. കാരണം നമ്മളെടുത്ത ടീഷർട്ടിന് അവിടെ എഴുതി വെച്ചിരിക്കുന്ന പ്രൈസും ഇതിലത്തെ പ്രൈസും ചെറിയൊരു വേരിയേഷനുണ്ട്. ഒരു 50 റുപ്പീസിന് ചേഞ്ച് ഉണ്ട്. മേ ബി എന്തായാലും ഒരു 250 ആണ് അവിടെ എഴുതിയത്, 249 എഴുതിയത്, പക്ഷേ 299 ആയിരുന്നു. പിന്നെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയി അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അത്രേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക.